രാജ്യത്തിനകത്തും പുറത്തുമായി നടക്കുന്ന സംഭവവികാസങ്ങളെ ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിക് ബേസിൽ നിന്നുകൊണ്ട്, ഒരു രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയുടെ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതിനെ വിശദീകരിക്കുക എന്നുള്ളതായിരുന്നു സീതാറാം യെച്ചൂരി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്കും, ഒരു ഇൻ്റലക്ച്വൽ എന്നുള്ള നിലയ്ക്കും, ഒരു സ്കോളർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ട്വീറ്റുകളായിക്കോട്ടെ, ഫേസ്ബുക്ക് പോസ്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം പബ്ലിക് റാലികളെ അഭിസംബോധന ചെയ്ത് നടത്തുന്ന പ്രസംഗങ്ങളായിക്കോട്ടെ, ഇതിലെല്ലാം ഉടനീളം ഈ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയിൽ അദ്ദേഹത്തിനുള്ള അഗാധമായ പാണ്ഡിത്യവും രാജ്യത്തിൻ്റെയും ലോകത്തെമ്പാടും നടക്കുന്ന കാര്യങ്ങളെ ആ ഒരു അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും പ്രകടമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ രാജ്യം ഒരു ക്രൈസിസ് നേരിടുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അതിരൂക്ഷമായ രീതിയിൽ ലോകത്ത് പല രാജ്യങ്ങളിലും ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി പതുക്കെ ഇന്ത്യയിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ അമേരിക്കയുടെ ഈ വാണിജ്യവുമായി ബന്ധപ്പെട്ട ടാരിഫുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ രൂക്ഷമാവാനാണ് സാധ്യത. കാരണം ഇന്ത്യയുടെ കയറ്റുമതി എത്രത്തോളം അമേരിക്കയിൽ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമേരിക്കയുമായിട്ടുള്ള ഇത്തരം വ്യാപാര പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം, ഇപ്പോൾ പുതിയ വ്യാപാര മേഖലകൾ എങ്ങനെ കണ്ടെത്തണം, ഇപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, അതുപോലെ ബ്രിക്സ്, അതുപോലെ തന്നെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് അടക്കമുള്ള വിവിധ മൾട്ടിലാറ്ററൽ ഫോറംസിനെ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഈ ക്രൈസിസ് മറികടക്കാൻ ഇന്ത്യ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ രാജ്യത്തെ മൊത്തത്തിൽ ഈ ഡിബേറ്റിനെ സ്വാധീനിച്ചേനെ. അതുപോലെ തന്നെ അദ്ദേഹം ഈ കമ്മ്യൂണൽ വിഷയങ്ങളിപ്പോൾ RSS ചീഫ് അടക്കമുള്ളവർ വീണ്ടും കാശി, മഥുര തുടങ്ങിയ പ്രശ്നങ്ങളെ വീണ്ടും കുത്തിപ്പൊക്കാനുള്ള ശ്രമങ്ങൾ, ഈ ഇക്കണോമിക് ഇൻസെക്യൂരിറ്റി എത്രത്തോളം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നുവോ അപ്പോൾ അതിനെ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ കഴിവില്ലായ്മയൊക്കെ മറികടക്കാൻ കമ്മ്യൂണൽ വിഷയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന കാഴ്ച. അപ്പോൾ BJPയും ഒക്കെ വീണ്ടും ഈ കാശി, മഥുര തുടങ്ങിയ പ്രശ്നങ്ങളെ വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വളരെ രൂക്ഷമായി അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് രാജ്യത്തിന് ഏറ്റവും ഉതകുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റേതായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റേതായിക്കോട്ടെ ഏറ്റവും മികച്ച വഴി എന്താണ് എന്നുള്ളത്, വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ നെടുനായകത്വം അദ്ദേഹത്തിനായിരുന്നു. പലപ്പോഴും ഇന്ത്യ മുന്നണിയുടെ എല്ലാ മീറ്റിങ്ങുകളും അദ്ദേഹത്തിൻ്റെ അജണ്ടകളെല്ലാം സെറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന ഈ വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ക്യാമ്പയിനറായിട്ട് ഒരുപക്ഷെ സീതാറാം യെച്ചൂരി ഉണ്ടാകുമായിരുന്നേനെ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് 1 വർഷം ആകുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം അദ്ദേഹം എഴുതി വയ്ക്കുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു റെഡി റെക്കണർ ആണ് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനശേഖരം എന്നുള്ളത്. അദ്ദേഹത്തിനെ മിസ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പലപ്പോഴും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ ഇന്ത്യ സഖ്യമാവട്ടെ, അതല്ലെങ്കിൽ BJPക്കെതിരായിട്ടുള്ള എല്ലാ യൂണിറ്റിയെയും, ജോർജി ദിമിത്രോവിൻ്റെ യുണൈറ്റഡ് ഫ്രണ്ട് അഗെയിൻസ്റ്റ് ഫാഷിസം എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ ഒരു പേപ്പറിനെ ആധാരമാക്കിയിട്ടാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ രൂപപ്പെട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ചായിട്ട് അത് ഈ ഫാഷിസം എന്ന് പറയുന്നത് ഒരു സാംസ്കാരികമായ ഒരു കാര്യം, ഒരു ആക്രമണം മാത്രമല്ല, അതിനകത്തൊരു സമ്പത്തിൻ്റേതായിട്ടുള്ള, അദ്ദേഹം പലപ്പോഴും അതിനെ കോർപ്പറേറ്റ് കമ്മ്യൂണൽ നെക്സസ് എന്ന രീതിയിൽ ഹിന്ദുത്വ പാർട്ടികളെ അദ്ദേഹം അങ്ങനെയാണ്, അതായത് ഒരു കോർപ്പറേറ്റ് ഹിന്ദുത്വ, ഒരു കോർപ്പറേറ്റ് കമ്മ്യൂണൽ നെക്സസ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകളിലും പ്രസംഗങ്ങളിലുമെല്ലാം അദ്ദേഹം. അപ്പോൾ ഈ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്ന ഏതാനും വലിയ അംബാനി, അദാനി പോലെയുള്ള വലിയ കോർപ്പറേറ്റുകളും അവയുടെ ഇൻ്റർനാഷണൽ ഫിനാൻസ് ക്യാപിറ്റലുമായിട്ടുള്ള വിദേശ മൂലധനവുമായിട്ടുള്ള അവയുടെ ബന്ധവും അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്, വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഇത് ഒരു ഫാസിസോന്മുഖമായ ഒരു RSSനെ
കുറിച്ച് പ്രകാശ് കാരാട്ട് തന്നെ ഈ അടുത്ത് പറയുകയുണ്ടായി, RSSനെ കുറിച്ചുള്ള CPMൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് സീതാറാം യെച്ചൂരി എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഇടതുപക്ഷത്തിൻ്റെ മാത്രം കാര്യമല്ല, മറ്റു പാർട്ടികൾക്കും സീതാറാം യെച്ചൂരി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ സ്വീകാര്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ എല്ലാ പ്രായോഗിക തലത്തിലും അതിൻ്റെ ഒരു കൺവീനർ എന്നുള്ള നിലയ്ക്ക് സീതാറാം യെച്ചൂരി പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം സ്വാഭാവികമായിട്ടും അത് വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ അദ്ദേഹം എന്തെല്ലാമാണോ ചെയ്യാനും പറയാനും ആഗ്രഹിച്ചിരുന്നത് ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായും അത് എഴുതി അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും അതെടുത്ത് വായിക്കുകയും പരിശോധിക്കുകയും ആ മാർഗം പിന്തുടരാവുകയും ചെയ്യുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വോയിഡ്, അത് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വോയിഡ് അത് നികത്തപ്പെടാതെ തന്നെ കിടക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ ശേഖരം അത് ആർക്ക് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാവുന്ന രീതിയിൽ അത്രയും ട്രാൻസ്പെറൻ്റായി അത്രയും വിപുലമായി അത് ഇപ്പോഴും നമുക്കിടയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്.